Yes, yes. Okay, എല്ലാ വിദ്യാർത്ഥികൾക്കും once again നമ്മുടെ സ്വാഗതം. So today we would like to discuss about the judiciary. Judiciary chapter number 6. Judiciary എന്നുള്ള ചാപ്റ്റർ ആണ്. പേജ് നമ്പർ മലയാളം 113, ഇംഗ്ലീഷ് 89. ഓക്കെ ഓക്കെ, പേജ് നമ്പർ മലയാളം 113, ഇംഗ്ലീഷ് 89. സോ നമുക്കറിയാം ജുഡീഷ്യറി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ അല്ലെ? ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ എന്താണ്? കേട്ടിക്കണോ? അല്ലെ? ജഡ്ജിമാർ അല്ലെ? നമ്മൾ വിധി ഇഷ്യൂസ് നമ്മൾ ജുഡീഷ്യറിയുമായി നമ്മൾ കേട്ടിട്ടുണ്ട്. In the very first line of your begins with judiciary is the system which ensure justice and fairness in the state. Judiciary is the system which ensure justice and laws and constitutional provisions on the basis of constitutional provisions. Judiciary is the justice, fairness in the state on the constitutional provisions. ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ നീതിന്യായ, മലയാളത്തിൽ നീതിന്യായ സംവിധാനം. ആദ്യത്തെ വരി തന്നെ, അതായത് ഭരണഘടനയുടെയും നിയമങ്ങളുടെയും സ്ഥാനത്തിൽ രാഷ്ട്രത്തിൽ നീതി ആൻഡ് ജസ്റ്റിസ്, നീതിയും ന്യായവും, ഫയർനെസ് എന്ന ന്യായം, നീതിയും ന്യായവും നടപ്പിൽ വരുത്തുന്നത് സംവിധാനമാണ് ജുഡീഷ്യറി. അതായത് രാജ്യത്തെ നിയമങ്ങളെയും അടിസ്ഥാനത്തിൽ ജുഡീഷ്യറി ഇസ് എ സിസ്റ്റം വിച്ച് എൻഷുവർ ഫയർനെസ്, ജസ്റ്റിസ് ഇൻ ദ സ്റ്റേറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ലോസ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ്. അപ്പം ഭരണഘടനയുടെയും നിയമങ്ങളുടെയും അടിസ്ഥാനത്തിൽ രാജ്യത്ത് ന്യായവും നീതിയും നടപ്പിൽ വരുത്തുന്നതിനുള്ള സംവിധാനമാണ് ജുഡീഷ്യറി. Which is the third organ of the government? Which is the third organ of the government? What are the other two organs? What are the other two organs? ഗവൺമെന്റിന്റെ മൂന്നാമത്തെ ഓർഗനാണ്, ഘടകമാണ് ജുഡീഷ്യറി. ഏതൊക്കെയാണ് മറ്റു രണ്ട് ഘടകങ്ങൾ? So that we were discussed chapter number 4 and 5 respectively. Which are they? Which are they? നിയമനിർമ്മാണം, കാര്യനിർവഹണം. Very good, very good, very good. Legislature and executive, നിയമനിർമ്മാണ സംവിധാനം ആൻഡ് കാര്യനിർവഹണ വിഭാഗം. നമുക്കറിയാം. അപ്പം ഗവൺമെന്റ് ഒന്നാമത്തെ ഓർഗൻ എന്ന് പറഞ്ഞാല് ലെജിസ്ലേച്ചർ ആണ്. നിയമങ്ങൾ, രാജ്യത്തിന് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുക. രണ്ടാമത്തെ ഓർഗൻ എന്ന് പറഞ്ഞാല് എക്സിക്യൂട്ടീവ് ആണ്. എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാല് രാജ്യത്തിന് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആ നിയമങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുക, നടപ്പിലാക്കുക. മൂന്നാമത്തെ ഓർഗനാണ് അപ്പൊ ജുഡീഷ്യറി. ജുഡീഷ്യറി എന്ന് പറഞ്ഞാല് ജുഡീഷ്യറി ഇന്റർപ്രറ്റ് ദ ലോസ് മെയ്ഡ് ബൈ ദ ഗവൺമെന്റ് of the executive. They examine what type of examination and how to examine the actions of executive or the legal validity of the legislature, laws made by the legislature. Simply judiciary can examine the constitutionality of the laws and activities of the government or legislature and executive. അപ്പൊ ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കുക. അപ്പൊ കുട്ടികളെ, നിങ്ങൾ ആദ്യം തന്നെ എഴുതുകയോ പുസ്തകത്തിൽ അണ്ടർലൈൻ ചെയ്യുകയോ ചെയ്യുക. എന്റെ അഭിപ്രായത്തിൽ ജസ്റ്റ് അണ്ടർലൈൻ ചെയ്യുക, അതോടൊപ്പം തന്നെ എഴുതുക. കാരണം ചില കാര്യങ്ങൾ പുസ്തകത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഞാൻ പറയും, ഏറ്റവും മിനിമൽ സെൻസിൽ കാര്യങ്ങൾ പറയും. അപ്പോൾ ജുഡീഷ്യറി എന്ന് പറഞ്ഞാല് എന്താണ്? രാജ്യത്ത് ഭരണഘടനയുടെയും നിയമങ്ങളുടെയും അടിസ്ഥാനത്തിൽ രാജ്യത്ത്, അതായത് രാഷ്ട്രത്തിനകത്ത് നീതിയും ന്യായവും ഉറപ്പുവരുത്തുന്നതിനുള്ള സംവിധാനമാണ്
ensure fairness and justice in the state on the basis of laws and constitutional provisions, comma, judiciary is the third organ of the government which interpret the constitution, which examine the constitutionality of the actions and laws made by legislature and parliament, legislature and executive. അപ്പൊ അടുത്ത പോയിന്റുകൾ ഇതെന്താണ്? ജുഡീഷ്യറി എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ മൂന്നാമത്തെ ഘടകമാണ്. ഗവൺമെന്റിന്റെ മൂന്നാമത്തെ ഘടകമാണ് ജുഡീഷ്യറി. ഗവൺമെന്റ് ലെജിസ്ലേച്ചറിന്റെയും നിയമനിർമ്മാണ സംവിധാനത്തിന്റെയും കാര്യനിർവഹണ വിഭാഗത്തിന്റെയും പ്രവർത്തനങ്ങൾ ഭരണഘടന അനുസൃതമാണോ എന്ന് പരിശോധിക്കുന്നു. ഭരണഘടന അനുസൃതമാണോ എന്ന് പരിശോധിക്കുന്നു. അപ്പൊ വിച്ച് എക്സാമിൻ ദ കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി ഓഫ് ദി ലോസ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മതി, ജുഡീഷ്യറി ഇസ് ആൻ ഇന്റർപ്രിട്ടേഷൻ ബോഡി. ജുഡീഷ്യറി ഇന്റർപ്രറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി ഓഫ് ആക്ഷൻസ് ആൻഡ് ലോസ് ഓഫ് ദ ലെജിസ്ലേച്ചർ ആൻഡ് എക്സിക്യൂട്ടീവ്, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേച്ചർ. അപ്പൊ ജുഡീഷ്യറി ഭരണഘടന നീതിന്യായ സംവിധാനം എന്ത് ചെയ്യുന്നു? ഭരണഘടനയുടെ മറ്റു സ്ഥാപനങ്ങൾ അഥവാ ലെജിസ്ലേച്ചറിന്റെയും എക്സിക്യൂട്ടീവിന്റെയും ഒക്കെ പ്രവർത്തനങ്ങൾ ഭരണഘടനക്ക് അനുസൃതമാണോ, ഭരണഘടന പറഞ്ഞതുപോലെയാണോ ചെയ്യുന്നത് എന്ന് പരിശോധിക്കുന്നു. ഇഫ് ഇറ്റ് ഫൗണ്ട് വയലേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ജുഡീഷ്യറി ക്യാൻ എന്താണ് ഇന്റർഫിയർ ആൻഡ് ടു ഡിക്ലെയർ either സ്റ്റോപ്പ് ഓർ ഇൻവാലിഡ്. ഏതെങ്കിലും തരത്തിലുള്ള ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവ് നടത്തുമ്പോൾ എന്നിട്ട് അത് ഒന്നെങ്കിൽ അത് നിർത്തിവെക്കാൻ പറയും, അല്ലെങ്കിൽ അത് പ്രഖ്യാപിക്കും. ഒരു നിയമമാണ് പാസ്സാക്കിയിരിക്കണമെങ്കിൽ അത് നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് ജുഡീഷ്യറി പ്രഖ്യാപിക്കുന്നു. അപ്പൊ ജുഡീഷ്യറി എന്ന് പറഞ്ഞാല് നിങ്ങൾ ശ്രദ്ധിക്കുക, രാജ്യത്ത് ന്യായവും നീതിയും ഉറപ്പുവരുത്തുന്നതിനുള്ള സംവിധാനമാണ് ജുഡീഷ്യറി. അത് നിയമത്തിന്റെയും ഭരണഘടനയുടെയും അടിസ്ഥാനത്തിൽ ന്യായവും നീതിയും ഉറപ്പുവരുത്താൻ ശ്രമിക്കുന്നു. അത് ഗവൺമെന്റിന്റെ മൂന്നാമത്തെ ഘടകമാണ്. ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ ഭരണഘടനയുടെ വ്യാഖ്യാതാവാണ്. ആൻഡ് ജുഡീഷ്യറി ക്യാൻ ഏബിൾ ടു പണിഷ് ദ ഒഫൻസസ്. ജുഡീഷ്യറി എന്ത് ചെയ്യുന്നു? ടു പണിഷ് ദ ഒഫൻസസ്. ആൻഡ് പ്രൊട്ടക്ട് ദ റൈറ്റ്സ് ഓഫ് ദ സിറ്റിസൺസ് ഓർ ഇൻഡിവിജ്വൽ. അടുത്തൊരു എന്ത് ചെയ്യുന്നു? ജുഡീഷ്യറി പണിഷ് ദ ലോ ബ്രേക്കേഴ്സ് ആൻഡ് ടു പ്രൊട്ടക്ട് ദ റൈറ്റ്സ് ഓഫ് ദ സിറ്റിസൺസ്. അതായത് നിയമം ലംഘിക്കുന്നവരെ ശിക്ഷിക്കുന്നു. നിയമം ലംഘിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ട അപ്പം നിയമം നമ്മൾ മറ്റൊരാൾക്കെതിരെ ആക്രമണം നടത്തുക, അത് നിയമലംഘനാണ്. അല്ലെങ്കിൽ നമ്മൾ ഭരണഘടനക്കെതിരായി പ്രവർത്തിക്കുക, നിയമലംഘനാണ്. അത് ഭരണകൂടം ആയാലും ശരി, വ്യക്തി ആയാലും ശരി. അപ്പം ജുഡീഷ്യറി can punish the law breakers and to protect the rights of the citizens or individuals. Even citizens മാത്രമല്ല, ഇൻഡിവിജ്വൽ എന്നാ കൊടുക്കണ്ടേ. സിറ്റിസൺ എന്ന് പറഞ്ഞാൽ പൗരൻ മാത്രമേ ഉള്ളൂ. പൗരന് മാത്രമല്ല അവകാശങ്ങൾ, പൗരന്മാരല്ലാത്തവർക്ക് അവകാശങ്ങളുണ്ട്. അപ്പൊ അടുത്ത പോയിന്റ് അവിടെ ജുഡീഷ്യറി എന്ന് പറഞ്ഞതിന്റെ അർത്ഥത്തിൽ നിങ്ങൾ കൊടുക്കേണ്ട അടുത്ത പോയിന്റ്, ജുഡീഷ്യറി ആര് ശിക്ഷിക്കുന്നു? ലോ ബ്രേക്കേഴ്സിനെ ശിക്ഷിക്കുന്നു, നിയമം ലംഘിക്കുന്നവരെ ശിക്ഷിക്കുന്നു. അതുപോലെ പൗരന്മാരുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്നു. പൗരന്മാരുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്നു. ആൻഡ് ജുഡീഷ്യറി ആക്ട് ആസ് ഫ്രീലി ആൻഡ് ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം ദ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ്. അത് നമ്മൾ ജുഡീഷ്യറി എന്താ എന്നതിന്റെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ രാജ്യത്ത് നീതിയും ന്യായവും ഉറപ്പുവരുത്തുന്നുള്ള ഒരു ഏജൻസിയാണ് നീതിന്യായ സംവിധാനം. അപ്പൊ നീതിയും ന്യായ സംവിധാനം അല്ലെ ജുഡീഷ്യറി, ടൈം ഇറ്റ്സെൽഫ് മീനിങ് വാട്ട് ഇറ്റ് മീൻ. അപ്പൊ ആ വാക്കിൽ നിന്ന് തന്നെ ക്ലിയർ ആയോ? അപ്പൊ ജുഡീഷ്യറി എന്താന്ന് മനസ്സിലായോ? റിപ്ലൈ തരൂ. റെക്കോർഡ് ഉണ്ടാവും, അതൊരു മുങ്ങാനൊക്കെ ഉണ്ടാവും. ഓക്കെ റൈറ്റ്. എല്ലാവർക്കും നമ്മള് ആർട്ടിക്കിൾ 14 മുതൽ 17 വരെ എല്ലാ കാര്യങ്ങളൊക്കെ നമ്മൾ 17 14 15 16 നമ്മൾ ഉൾക്കൊണ്ട് കണക്കുക. ഓക്കെ റൈറ്റ്. ദെൻ ഇനി വൈ ഡു വി നീഡ് ആൻ ജുഡീഷ്യറി? അപ്പം ജുഡീഷ്യറി നമുക്ക് നീതിന്യായ വ്യവസ്ഥ ആവശ്യമാണ്. നമുക്കറിയാം, ഇൻ എ സൊസൈറ്റി വി ക്യാൻ സീ ലോട്ട് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ദ ഡിസ്പ്യൂട്ട്സ് ഓർ കോൺഫ്ലിക്ട്സ്.
the dispute between the government or agencies, government or groups, between individuals, between state and government, state and states, between state and individuals. So and it's a have and have not, different caste groups, men and women. So we can see in ഒരു സമൂഹത്തില് എന്തുകൊണ്ട് സ്വതന്ത്ര നീതിന്യായ സംവിധാനം ആവശ്യമാണ്? ഓക്കെ, എന്താണ് അതിന്റെ ആൻസർ? അതായത് നമുക്കറിയാം, ഒരു സമൂഹത്തില് സ്വാഭാവികമായി പലതരത്തിലുള്ള തർക്കങ്ങളും സംഘർഷങ്ങളും ഉണ്ടാവും. അത് സംസ്ഥാനവും കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റുകളാവാം, അല്ലെങ്കിൽ പലതരത്തിലുള്ള ഗവൺമെന്റുകളാവാം, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റും പൗരന്മാരും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ രാജ്യത്തെ ജനങ്ങളും ആളുകൾക്കിടയിൽ പരസ്പര തർക്കങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ തർക്കങ്ങളാവാം, അല്ലെങ്കിൽ ആണും പെണ്ണും തർക്കങ്ങളാവാം. നമുക്ക് തർക്കങ്ങളെ കുറിച്ച് ദിവസവും പത്രദ്വാരം നമ്മൾ ധാരാളം വാർത്തകൾ കേൾക്കുന്നുണ്ട്, പലതരം കേസുകൾ കേൾക്കുന്നുണ്ട്, അല്ലെ? പുതിയൊരു കോൺസെപ്റ്റ് തന്നെ ഇപ്പൊ നമ്മുടെ രാജ്യത്ത് ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഡിസ്കസ് ചെയ്യപ്പെടുന്നു. ഏതാണ്? അതിജീവിത, സർവൈവർ. അതൊക്കെ വലിയൊരു കോൺസെപ്റ്റ് ആണ്. നമുക്ക് സമയമല്ല. പിന്നെ നിങ്ങൾക്ക് എത്രത്തോളം ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും എനിക്ക് അറിയില്ല. ഇപ്പൊ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം ഈ ആളുകൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. സ്വാഭാവികമായും ഈ പ്രശ്നങ്ങളൊക്കെ സെറ്റിൽ ചെയ്യുന്നതിന്, അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് ഒരു ഏജൻസി വേണം. ആ ഏജൻസി, അതാണ് ജുഡീഷ്യറിയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. ആ ഏജൻസി ഷുഡ് ആക്ട് അക്കോർഡിംഗ് ടു ദ പ്രൊവിഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദ എക്സിസ്റ്റിംഗ് ലോസ്. അതാണ് നമ്മൾ ആദ്യം എന്താണ് ജുഡീഷ്യറി എന്ന് പറഞ്ഞപ്പം, എന്തുകൊണ്ട് ജുഡീഷ്യറി എന്ന് പറഞ്ഞാലും എന്താണ് ജുഡീഷ്യറി എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമായിട്ട് നമുക്ക് അതിന് വ്യാഖ്യാനിക്കാൻ കഴിയും. കുട്ടികളെ നിങ്ങളൊരു ഡിസ്ക്രിപ്ഷൻ, ഒരു വിവേചന ബുദ്ധി വളർത്തിയെടുക്കണം. ഇങ്ങനെ കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഓക്കെ, നിങ്ങളുടെ പുസ്തകത്തില് സെയിം പേജ് നമ്പറിൽ ആ കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ രാജ്യത്ത് there is a chance to have different kind of problem, disputes, conflict between person to person, person to groups, groups to government, so any other organs or bodies. So the first and important function of the judiciary is to protect the constitution, is to ensure the law. So the most important function of judiciary is to protect the rule of law and to ensure supremacy of law. Note ചെയ്യാം. എന്തുകൊണ്ട് ജുഡീഷ്യറി നമുക്ക് ആവശ്യമുണ്ട്? സ്വതന്ത്ര ജുഡീഷ്യറി ആവശ്യമുണ്ട്. നിയമാധികാരം ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നതാണ് ജുഡീഷ്യറിയുടെ മുഖ്യധർമ്മം. ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഈസ് ടു പ്രൊട്ടക്ട് ദ റൂൾ ഓഫ് ലോ ആൻഡ് ടു എൻഷുർ ദ സുപ്രീമസി ഓഫ് ദ ലോ. നിയമത്തിന്റെ പരമാധികാരം ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നതാണ് ജുഡീഷ്യറിയുടെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയുള്ള ധർമ്മം. ഓക്കെ, രണ്ടാമത്തത്, ജുഡീഷ്യറി പ്രൊട്ടക്ട് ദ റൈറ്റ്സ് ഓഫ് ദ ഇൻഡിവിജ്വൽ. ഇറ്റ് സെറ്റിൽ ദ ഡിസ്പ്യൂട്ട് ദാറ്റ് മേ അറൈസ് ഇൻ ദ സൊസൈറ്റി ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ്. കണ്ടില്ലേ? ഇൻ അക്കോർഡൻസ് വിത്ത് ദ ലോസ്. ഇറ്റ് ഓൾസോ എൻഷുർ ദ ഡെമോക്രസി ഡസ് നോട്ട് ഗിവ് വേ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ഡിക്റ്റേറ്റർഷിപ്പ്. ഓക്കെ, രണ്ടാമത് എന്താ? ജുഡീഷ്യറി വ്യക്തിയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നു, നിയമാനുസൃതമായി തർക്കങ്ങൾ പരിഹരിക്കുന്നു. ടു സെറ്റിൽ ദ ഡിസ്പ്യൂട്ട് ആസ് പെർ ദ ലോ. ജനാധിപത്യം വ്യക്തിയുടെ അല്ലെങ്കിൽ ഗ്രൂപ്പിന്റെ സ്വേച്ഛാധിപത്യത്തിന് വഴിമാറി കൊടുക്കുകയില്ലെന്ന് ഉറപ്പുവരുത്തുന്നു. അതായത് ഇറ്റ് പ്രൊട്ടക്ട് ദ ഡെമോക്രസി ഇൻ അവർ സ്റ്റേറ്റ്. രാജ്യത്തെ ജനാധിപത്യത്തെ അത് സംരക്ഷിക്കുന്നു, ഏകാധിപത്യത്തിൽ നിന്ന് രാജ്യത്ത് തടയുന്നു. അതായത് രാജ്യത്ത് ഭരണകൂടം അതിന്റെ അധികാര പരിധികൾ ലംഘിച്ചുകൊണ്ട് സ്വേച്ഛാധിപത്യപരമായി അഥവാ തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കുമ്പോൾ ജുഡീഷ്യറി ഇടപെടുന്നു. അപ്പൊ അതൊക്കെ നമുക്കറിയാം. അപ്പൊ ശ്രദ്ധിക്കുക, ജുഡീഷ്യറിന്റെ ധർമ്മങ്ങൾ ജുഡീഷ്യറി എന്തുകൊണ്ട്, വൈ ഡു വി നീഡ് ജുഡീഷ്യറി? അപ്പം ഇങ്ങനെ ഇൻ സ്റ്റേറ്റ് വി ക്യാൻ സീ ലോട്ട് ഓഫ് പ്രോബ്ലംസ്, കോൺഫ്ലിക്ട്സ്. ഇറ്റ് നീഡ് എ ഇൻഡിപെൻഡന്റ് ഏജൻസി ടു സെറ്റിൽ ദിസ് പ്രോബ്ലംസ്, ടു സോൾവ് ദ പ്രോബ്ലംസ്. അൻ ഇൻഡിപെൻഡന്റ് ഏജൻസി, സ്വതന്ത്രമായ വ്യവസ്ഥ വേണം. ആരോടെങ്കിലും ഫേവറും ഫിയറുള്ള ആൾക്കാർ പാടില്ല, ആരോടെങ്കിലും താല്പര്യമുള്ള ഒരു ഭരണ സംവിധാനം പാടില്ല. അപ്പൊ ശ്രദ്ധിക്കുക, എന്തുകൊണ്ട്, വൈ ഡു വി നീഡ്, അല്ലെങ്കിൽ വൈ ഡു വി നീഡ് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി? അപ്പൊ എന്തുകൊണ്ട് സ്വതന്ത്ര ജുഡീഷ്യറി ആവശ്യമാണ്? ഓക്കെ, അപ്പം ശ്രദ്ധിക്കുക,
അതായത് to protect to ensure the most important function of judiciary is to protect the rights of the individuals and to ensure the supremacy of law. നോട്ട് ചെയ്തോ? രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷന് രാജ്യത്ത് വ്യക്തികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക ജുഡീഷ്യറി ആവശ്യമാണ്, ഉത്തരവാദിത്തമാണ്. അതിന് നമുക്ക് ജുഡീഷ്യറി ആവശ്യമാണ്. അതുപോലെ നിയമത്തിന്റെ പരമാധികാരം ഉറപ്പുവരുത്തുക. രണ്ടാമത്തെ എന്താണ്? ടു സെറ്റിൽ ദ ഡിസ്പ്യൂട്ട് ജുഡീഷ്യറി പ്രൊട്ടക്ട് ദ റൈറ്റ്സ് ഓഫ് ദ ഇൻഡിവിജ്വൽ. അപ്പൊ ശ്രദ്ധിക്കുക, ഒന്നാമത്തത് ടു പ്രൊട്ടക്ട് ദ റൂൾ ഓഫ് ലോ ആൻഡ് ദ സുപ്രീമസി ഓഫ് ലോ. നിയമവാഴ്ച ഉറപ്പുവരുത്തുക. നിയമവാഴ്ച എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായോ? രാജ്യത്ത് ക്രമസമാധാനം ഉറപ്പുവരുത്തുക. അതായത് നമുക്കറിയാം നമ്മുടെ ഇതിനെ പോലീസ് ടു മെയിൻറ്റെയിൻ ദ റൂൾ ഓഫ് ലോ, അല്ലെങ്കിൽ ക്രമസമാധാനം, രാജ്യത്തിന്റെ പ്രവർത്തനങ്ങൾ ഭരണഘടന അനുസൃതമാണോ എന്ന് പരിശോധിക്കുക എന്നൊക്കെയാണ് നിയമവാഴ്ച എന്നുള്ളത്. അപ്പം ടു പ്രൊട്ടക്ട് ദ റൂൾ ഓഫ് ലോ ആൻഡ് ടു എൻഷുർ ദ സുപ്രീമസി ഓഫ് ലോ. രണ്ടാമത്തത് ടു പ്രൊട്ടക്ട് ദ റൈറ്റ്സ് ഓഫ് ദ ഇൻഡിവിജ്വൽസ്, വ്യക്തികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക. ആൻഡ് പിന്നെ നിയമാനുസൃതമായി ടു സെറ്റിൽ ദ ഡിസ്പ്യൂട്ട്, നിയമാനുസൃതം ആസ് പെർ റൂൾ ഓഫ് ലോ അല്ലെങ്കിൽ ആസ് പെർ ലോ, നിയമപരമായ തർക്കങ്ങൾ പരിഹരിക്കുക. മൂന്നാമത് ടു പ്രൊട്ടക്ട് ദ ഡെമോക്രസി, ജനാധിപത്യത്തെ സംരക്ഷിക്കുക. അതും ജുഡീഷ്യറിയുടെ ഉത്തരവാദിത്തമാണ്. To also ensure the democracy, it does not give way ഇല്ലാതെ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ഡിക്റ്റാറ്റർഷിപ്പ്. അപ്പൊ വ്യക്തി അല്ലെങ്കിൽ ഗ്രൂപ്പിന്റെ സ്വേച്ഛാധിപത്യത്തിൽ രാഷ്ട്രത്തിൽ ഉണ്ടാകാതിരിക്കുക എന്നുള്ളതൊക്കെ ജുഡീഷ്യറിയുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആണ്. സോ അപ്പം ഇങ്ങനെയൊക്കെ ജുഡീഷ്യറിക്ക് പ്രവർത്തിക്കണമെങ്കിൽ ജുഡീഷ്യറി എന്തായിരിക്കണം? സ്വതന്ത്രമായിരിക്കണം. അപ്പൊ ഇനി അടുത്ത പോയിന്റ് നമ്മൾ ഡിസ്കസ്. അപ്പൊ ഇതിനെ പറയാൻ കാര്യം മനസ്സിലായോ? എന്താ ജുഡീഷ്യറി മനസ്സിലായോ? എന്താ ഫാത്തിമ അറിയാ ഡൗട്ട്? മനസ്സിലായോ? ഇനി എന്താ ജുഡീഷ്യറിയുടെ എന്തുകൊണ്ട് വൈ ഡു വി നീഡ് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി? എന്തുകൊണ്ട് ജുഡീഷ്യറി നീതിന്യായ സംവിധാനം ആവശ്യമാണെന്നില്ല? മനസ്സിലായില്ല? രണ്ട് ടോപ്പിക് നമ്മൾ എടുത്തു. ഇനി മീനിങ് ഓഫ് ഇൻഡിപെൻഡൻസ് ജുഡീഷ്യറി എന്താണ്? സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പേജ് നമ്പർ 90 ഇംഗ്ലീഷ് എടുക്കുക, മലയാളത്തിലാണത് 114 എടുക്കുക. ഓക്കെ, ശ്രദ്ധിക്കുക. അതിനകത്ത് ഞാൻ പറയേണ്ട കാര്യം അണ്ടർലൈൻ ചെയ്യാം. ഇവിടെ ഞാൻ എഴുതി അണ്ടർലൈൻ ചെയ്തിട്ട് ഞാൻ വിശദീകരിച്ചു തരാം. ഒന്നും ജുഡീഷ്യറി ഷുഡ് ബി ഫ്രീ ഫ്രം ദ ഇന്റർഫറൻസ് ഓഫ് ദ ലെജിസ്ലേച്ചർ ആൻഡ് എക്സിക്യൂട്ടീവ്. കണ്ടോ? ജുഡീഷ്യറി ഷുഡ് ബി ഫ്രീ ഫ്രം ലെജിസ്ലേച്ചർ ആൻഡ് എക്സിക്യൂട്ടീവ്. ഓക്കെ, നിയമനിർമ്മാണ സഭകളുടെയും എക്സിക്യൂട്ടീവിന്റെയും ഇടപെടലുകളിൽ നിന്ന് ജുഡീഷ്യറി സ്വതന്ത്രമായിരിക്കണം. അതായത് ജുഡീഷ്യറി ആക്ട് ആസ് ഫ്രീലി. ജുഡീഷ്യറി എന്ത് ചെയ്യണം? സ്വതന്ത്രമായി ഇടപെടണം. അതർ ഓർഗൻസ് ഓഫ് ഗവൺമെന്റ്, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ഷുഡ് നോട്ട് ബി റെഗുലേറ്റർ നിയന്ത്രിക്കുക ദ ഫങ്ഷൻസ് ഓഫ് ദ ജുഡീഷ്യറി ദ ഇന്റർഫറൻസ് ഓഫ് ലെജിസ്ലേച്ചർ ആൻഡ് എക്സിക്യൂട്ടീവ്. നീതിന്യായ വിഭാഗം, കാര്യനിർവഹണ വിഭാഗത്തിന്റെയും അതുപോലെ നിയമനിർമ്മാണ സംവിധാനത്തിന്റെയും ഇടപെടലുകളിൽ നിന്ന് സ്വതന്ത്രമായിരിക്കണം. അത് അണ്ടർലൈൻ ചെയ്യുക. അതൊക്കെ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ കേട്ടോ. രണ്ടാമത്തത്, അപ്പൊ ജുഡീഷ്യറി ഫ്രീ ഫ്രം ഇന്റർഫറൻസ് ഓഫ് ലെജിസ്ലേച്ചർ ആൻഡ് എക്സിക്യൂട്ടീവ്. അതായത് ഇപ്പം ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയിൽ ഇടപെട്ടാൽ പിന്നെ എന്താവും? മന്ത്രിസഭ പറയാണ് ഒരു സുപ്രധാന വിധി, കോടതി വിധി വരുമ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി. അങ്ങനെ ആകുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ മതി. മന്ത്രിസഭയുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭയുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് അല്ലെങ്കിൽ രാജ്യത്തെ ഭൂരിപക്ഷത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് നിയമത്തെ വ്യാഖ്യാനിക്കാൻ പറ്റുമോ? പറ്റൂല. അങ്ങനെ പറ്റുമ്പോ ജുഡീഷ്യറി എന്താവില്ല? ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. എന്ത് പോസിബിൾ അല്ല? ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി ഈസ് നോട്ട് പോസിബിൾ. ഇഫ് ദർ ഈസ് നോ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി, why it lost the validity of the constitution, it lost the validity of the law. അങ്ങനെ ആവുമ്പോ എന്ത് ആവും? അല്ലെങ്കിൽ സാധുത ലയബിലിറ്റി ഇല്ലാതെയോ? വിശ്വാസത്തിൽ ജുഡീഷ്യറി ഒറ്റ വാക്കിൽ നിങ്ങൾ പോയിന്റ് ജുഡീഷ്യറി ഇന്റർഫറൻസ് എക്സിക്യൂട്ടീവ്. രണ്ടാമത്തത് വേറെ രൂപമാണ് അതർ ഓർഗൻസ് ഓഫ് ഗവൺമെന്റ് ഷുഡ് നോട്ട് ഡിസിഷൻ ഓഫ് ജുഡീഷ്യറി. ഗവൺമെന്റിന്റെ മറ്റു വിഭാഗങ്ങൾ ജുഡീഷ്യറിയുടെ തീരുമാനങ്ങളിൽ ഇടപെടാൻ പാടില്ല. അതർ ഓർഗൻസ് ഓഫ് ഗവൺമെന്റ് ഡു നോട്ട് ഇന്റർഫിയർ ദ ആക്ടിവിറ്റീസ് ഓഫ് ജുഡീഷ്യറി. ജുഡീഷ്യറിയുടെ പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റിന്റെ മറ്റു ഓർഗൻസ് ഇടപെടാൻ പാടില്ല. ദെൻ അടുത്ത്
Judiciary should be able to perform their duties freely and fairly. Judiciary able to perform their duties freely and fairly. Judiciary നിർഭയമായും freely നിർഭയമായും fairly നിഷ്പക്ഷമായും അവരുടെ ചുമതലകൾ നിർവഹിക്കാൻ കഴിയണം. ജുഡീഷ്യറിക്ക് എന്താണ്? ഒരു വിധി പ്രഖ്യാപിക്കുമ്പം ഭയപ്പെടുത്താൻ പാടില്ല. നിങ്ങളെങ്ങാനും അങ്ങനെ പറഞ്ഞാല് നാളെ ജഡ്ജി ഈ റോഡ് കൂടെ നടക്കൂല എന്ന് പറയപ്പെടുന്ന ഒരു സാഹചര്യം രാഷ്ട്രത്തിൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. അപ്പൊ ജുഡീഷ്യറി ഷുഡ് ബി ഏബിൾ ടു പെർഫോം ദർ ഡ്യൂട്ടീസ് വിത്തൗട്ട് ഫ്രീലി ആൻഡ് ഫയർലി, അല്ലെങ്കിൽ ഫ്രീലി ആൻഡ് ഫയർലി, നിഷ്പക്ഷമായും നിർഭയമായും അല്ലെങ്കിൽ സ്വതന്ത്രമായും നിർഭയമായും ജുഡീഷ്യറിക്ക് നിഷ്പക്ഷമായും അവരുടെ ഉത്തരവാദിത്തങ്ങൾ ജോലി ചെയ്യാൻ ജുഡീഷ്യറിക്ക് കഴിയണം. ഇനി ജഡ്ജസ് ഷുഡ് ഹാവ് പെർഫോം ടു ഡിസ്ചാർജ് ദർ ഡ്യൂട്ടീസ് വിത്തൗട്ട് ബീങ് influenced by any pressure or political pressure. It may be political or any other community organs. Freedom to discharge their duties without being influenced by political pressure. Political pressure മാത്രമല്ല, ജഡ്ജിമാര് യാതൊരുവിധ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കോ അല്ലെങ്കിൽ യാതൊരുവിധ ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വിത്തൗട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ പൊളിറ്റിക്കൽ പ്രഷർ ഓർ any other pressure from any other ഓർഗൻസ് അല്ലെങ്കിൽ any other ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ശ്രദ്ധിക്കുക. അപ്പൊ യാതൊരുവിധ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കും സ്വാധീനങ്ങൾക്കും വിധേയമാകാതെ ജഡ്ജിമാർക്ക് എന്ത് ചെയ്യാൻ കഴിയണം? അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കുവാൻ കഴിയണം, അല്ലെങ്കിൽ അവരുടെ ജോലി ചെയ്യാൻ കഴിയണം. ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടെങ്കിൽ മാത്രമേ എന്താ ഉള്ളൂ? അതാണ് ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസ് എന്നതുകൊണ്ട് അർത്ഥമാകുന്നത്. അപ്പൊ ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസ് പരീക്ഷാ പദ്ധതി കഴിഞ്ഞ പബ്ലിക് എക്സാമിന് ചോദിച്ചിരുന്നു. എന്താണ് ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസ്? മീനിങ് ഓഫ് ഇൻഡിപെൻഡൻസ് ജുഡീഷ്യറി, അല്ലെങ്കിൽ ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഒട്ടുകളെ ഒറ്റ വാക്കിൽ ഇപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ ഈ 3-4 പോയിന്റ് കൂടെ പറഞ്ഞാലും അതിന്റെ അർത്ഥമുള്ളൂ. ജുഡീഷ്യറി നോ അതർ ഓർഗൻസ്, നോ എക്സ്റ്റേണൽ, ജുഡീഷ്യറി ഷുഡ് ബി ഫ്രീ ഫ്രം എനി എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഓർ ഇന്റർഫറൻസ്. ദ ജഡ്ജസ് ആർ ഏബിൾ ടു പെർഫോം ദെയർ ഡ്യൂട്ടി ഫ്രീലി, fairly and free from external pressure. Judge പക്ഷമായും സ്വതന്ത്രമായും അത് ഇല്ലാതെയൊക്കെ ജഡ്ജിമാര് അവർ കഴിയുന്ന ഉണ്ടായിരിക്കുക. എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്? ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസ് എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, സിറ്റുവേഷൻ can create a situation to judges freely and fairly without any external influence, like that. അപ്പൊ ഇതാണ് ജുഡീഷ്യറിയുടെ എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്താണ് ജുഡീഷ്യറി? വാട്ട് ഈസ് ജുഡീഷ്യറി? വൈ ഡു വി നീഡ് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി? തേർഡ് വൺ, വാട്ട് ഡു വി മീൻ ബൈ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി? 3 ടോപ്പിക്കാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? Hey, I'm just waiting for your response. Negative. If you have any doubt, you can raise this time. Otherwise, if you understood, you just say, okay, clear. Okay, clear. We are. നമുക്ക് മനസ്സിലാകുന്ന പോലെ അല്ലെങ്കിൽ ഇല്ലാന്ന് പോകും. നിങ്ങളുടെ ഫീഡ്ബാക്ക് നമ്മുടെ ക്ലാസ്സിന്റെ മുന്നോട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് വോയിസ് കേൾപ്പിച്ചാൽ മതിയല്ലോ. കാരണം അപ്പൊ നിങ്ങൾ മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കണം. ദാറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി. ഇനി ഹൗ ക്യാൻ ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി, എങ്ങനെയാണ് ജുഡീഷ്യറിയുടെ പോകുന്ന 2, 3, 5 പോയിന്റ് ആണ്.
ആ 5 പോയിന്റ് മാത്രം ഞാൻ ഡീറ്റെയിൽസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയും. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുക? അതായത് ഇൻ ഇന്ത്യ ടു പ്രൊട്ടക്ട് ദ ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസ് ദർ ആർ ഡിഫറെന്റ് ആക്ഷൻസ് അല്ലെങ്കിൽ ഡിഫറെന്റ് ടു എൻഷുർ ദ several means are adopted to ensure the independence of judiciary. In the Constitution of India has adopted several means for protecting or ensuring the independence of judiciary. ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഭരണഘടന പല മാർഗങ്ങളും സ്വീകരിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് among them are as follows. അവയിൽ പ്രധാനപ്പെട്ടത് താഴെ പറയുന്നു. ഈ 5 പോയിന്റ് ആണ് ഞാൻ ഇപ്പൊ പറയാം. അതിന്റെ വിശദീകരണം അടുത്ത ക്ലാസ്സിലുള്ളൂ. എന്നിട്ട് ഈ ക്ലാസ് ആണോ വോയിസ് ക്ലാസ് ആണോ നിങ്ങൾക്ക് എഫക്റ്റീവ് എന്നുള്ള ലാസ്റ്റ് എനിക്ക് പറഞ്ഞല്ലോ. ഒന്നാമത്തെ നടപടി അപ്പോയിന്റ്മെന്റ്, നിയമന രീതി. ജഡ്ജിമാരെ നിയമിക്കുന്ന രീതിയിലൂടെ ജുഡീഷ്യറിയുടെ സ്വയം. രണ്ടാമത് ഫിക്സഡ് ടെനർ, ജഡ്ജിമാർക്ക് നിശ്ചിത ഔദ്യോഗിക കാലാവധി, തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പാക്കുക വഴി ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാം. മൂന്നാമത് ആക്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ ഡിപ്പെൻഡൻസ്, സാമ്പത്തിക പരാശ്രയത്വം. അതായത് ജുഡീഷ്യറിക്ക് മാന്യമായ ജഡ്ജിമാർക്ക് ശമ്പള വേതനം, മറ്റുള്ളവരെ ആശ്രയിക്കാതിരിക്കുക എന്ന സംവിധാനത്തിലൂടെ സാമ്പത്തികമായിട്ട് നല്ല ശമ്പളം കൊടുക്കുന്നതിലൂടെ ജഡ്ജിമാരുടെ ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ കഴിയും. ആൻഡ് ഇമ്മ്യൂണിറ്റി ഫ്രം പേഴ്സണൽ ക്രിറ്റിസിസം, വ്യക്തിപരമായ വിമർശനങ്ങളിൽ നിന്നുള്ള മോചനം അല്ലെങ്കിൽ പ്രതിരോധം. വ്യക്തിപരമായ വിമർശനങ്ങളിൽ നിന്നുള്ള പ്രതിരോധം. ജഡ്ജിമാരെ പുറമേയുള്ള ആളുകൾ ഇങ്ങനെ വെറുതെ വിമർശിച്ച് പേടിപ്പിക്കാൻ പാടില്ല, നമ്മൾ പറയും. അപ്പൊ വ്യക്തിപരമായ വിമർശനങ്ങളിൽ നിന്നുള്ള പ്രതിരോധം വഴി ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാം. ദെൻ സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറിയെ മറ്റു വിഭാഗങ്ങളെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്നും ജുഡീഷ്യറിയെ വേർതിരിക്കുക വഴി ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാം. അപ്പൊ ഇങ്ങനെ 5 പോയിന്റ് ആണ്. ഒന്ന് മോഡ് ഓഫ് അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ്, 2 ടു എൻഷുർ ദ ഫിക്സഡ് ടെന്യൂർ, 3 ഇമ്മ്യൂണിറ്റി ഫ്രം ആബ്സെൻസ് ഓഫ് ഫിനാൻഷ്യൽ ഡിപ്പെൻഡൻസ്, 4 ഇമ്മ്യൂണിറ്റി ഫ്രം പേഴ്സണൽ ക്രിറ്റിസിസം, 5 സെപ്പറേഷൻ ഓഫ് എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി, സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറിയെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്നും വേർതിരിക്കുക വഴി ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാം. ഓക്കെ, നമ്മള് ഇത് കണ്ടിന്യൂ ചെയ്യണോ? ഹലോ, ഈ ക്ലാസ് കണ്ടിന്യൂ ചെയ്യണോ അതോ സ്റ്റോപ്പ് ചെയ്യണോ? ബാക്കി നാളെ എടുത്താൽ മതി. എന്താ വേണ്ടേ പറഞ്ഞോളി. റിപ്ലൈ വരുന്നില്ലല്ലോ, തൽക്കാലം നിർത്താം. സോ മേ ഐ കൺക്ലൂഡ് ടുഡേസ് ക്ലാസ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം, ബാക്കി കാര്യങ്ങൾ നാളെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. അപ്പൊ ക്ലാസ്സിൽ പങ്കെടുക്കുക. ഓക്കെ, ഇനി പോലിട്ടോ ക്ലാസ്സിൽ പോലിട്ടോ 1-2 കാര്യങ്ങൾ ചോദിക്കാണ്ട്.